വെൽക്കം ബാക്ക് ടു ബ്രേക്ക് ദ ലിമിറ്റ്സ് വിത്ത് ഗ്രേസ് ആൻഡ് ആമി. ആഫ്റ്റർ എ ലോങ് നമ്മൾ ചായയിൽ നിന്ന് തുടങ്ങിയത് ചായയിൽ നിന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നു. ചായ വിട്ട് നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല. യെസ് ഗൈസ്, ദിസ് ഈസ് പാർട്ടി ടൈം. അതെ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് പൂക്കോട്ടുംപാടത്ത് നിന്നും റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നരുവോയിലെ ടീ ഹൗസിലാണ്. ചെറിയൊരു ബ്രേക്കിന് ശേഷം ഞാനും ഗ്രേസും നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ചിറ്റ് ചാറ്റ് അറ്റ് ടീ ഹൗസ് ഇൻ ദ വൈബ് ഓഫ് റെയിനി സീസൺ. ചട്ടണി കൂട്ടി ഇങ്ങനെ തിന്നാൻ പറ്റുമോ ഗൈസ്? അല്ലെങ്കിൽ ഇങ്ങനെയാ വല്ല ഡയറ്റൊന്നും വിചാരിച്ചിട്ടുണ്ടോ? ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഒരെണ്ണം തന്നെ വീണ്ടും കൊണ്ടെടുത്തുള്ളൂ. സെറ്റാണോ? മിക്സ് ആയി. ഇത് കൊള്ളാം. ഇനി ഏതെങ്കിലും ഒരു സാധനം കൂടെ ട്രൈ ചെയ്യാൻ തരാം. ആരെ വേണം? എനിക്കിവിടുത്തെ ഉഴുന്നാട് ഇഷ്ടമാണ്. ഉഴുന്നോട് തന്നെ എടുക്കാം. ഇഷ്ടമുള്ള എടുത്തോ. കൺഫ്യൂഷൻ ഉണ്ടാവും. ആമയ്ക്ക് ഉഴുന്നോടെ ഇഷ്ടമാണ് ടേസ്റ്റ് ചെയ്തൊക്കെ. അല്ല, ഞാൻ കഴിച്ചാണല്ലോ. കഴിച്ചാവാൻ എന്തെങ്കിലും കാരണമൊന്നും വേണമെന്നില്ലല്ലോ. ഓഹോ. അല്ല ആമയ്ക്ക് കാരണം വേണം. എനിക്കങ്ങനെ പിന്നെ കാരണമൊന്നും വേണ്ട. കർഷകന്റെ മിത്രം മണ്ണിരാന്ന് പറയുന്ന പോലെ ഉഴുന്നുവടേൻ്റെ മിത്രം ചട്ടണിയാണ് ഗൈസ്. അപ്പം ഞാൻ ആ മിത്രത്തെ അങ്ങ് എടുത്തിട്ട് ഉഴുന്നുവടേൻ്റെ മുകളിലേക്ക് അഭിഷേകം ചെയ്യുകയാണ്. എന്നിട്ട് ആ ഉഴുന്നുവടേനെ അങ്ങ് എടുക്കുക. എന്നിട്ട് ആ നാവിലേക്ക് അങ്ങ് വെച്ച ഗൈസ് ചുറ്റുള്ളതൊന്നും അറിയില്ല. ഒരു പഴംപൊരി സാധാരണ ഞാനൊരു പഴംപൊരി ഫാനല്ല. പക്ഷെ ഇവിടുത്തത് പുറത്ത് നല്ല ക്രഞ്ചിയൊക്കെ ആയിട്ട് ഉള്ളിൽ നല്ല സ്വീറ്റായിട്ട് ഭയങ്കര രസമുണ്ട്. പഴം തന്നെ വേറെ ലെവലിൽ നല്ലൊരു മധുരമൊക്കെ ആയിട്ട്. ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം. എനിവേ ഗൈസ്, ആമ കൊണ്ടുവന്ന സ്ഥലം ഞാൻ വിചാരിച്ച് പോക്കാണെന്ന്. പക്ഷെ കൊണ്ടുവന്നത് ഒരു അടിപൊളി സ്ഥലത്താണ്. ഞാനൊരു 8-10 തവണ ഇവിടെ വന്ന് കാണും. കുറേ തവണ വന്നിട്ടുണ്ടാവും. പിന്നെ എവിടെയെങ്കിലും ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞാലും ആമി ഫസ്റ്റ് എപ്പോഴും ടീ ഹൗസ് എന്നേ പറയൂ. ഞാനത് കേട്ട് മടുത്താണെന്ന്. പിന്നെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ എൻ്റെ മോനെ ഫുൾ നാച്ചുറൽ ആസ്തറ്റിക് പൊളി. കൊള്ളാവോ? അതാണ്. ഇത് ക്രഞ്ചി ആണോ? ക്രഞ്ചി അല്ല, സോഫ്റ്റാണ്. ബ്രെഡ് അല്ലേ, സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു ബ്രെഡ് വെച്ചിട്ട് ചെറിയൊരു സ്വീറ്റൊക്കെ ആയിട്ട് ചട്നി പറ്റില്ല. കോട്ട് ചെയ്തായിരിക്കും. മറ്റേ മൈദയോ എന്തെങ്കിലും വെച്ചിട്ട് ഗോതമ്പ് വെച്ചിട്ട്. ഇതെൻ്റെ ഫേവറേറ്റ്. സമൂസ എടുക്ക്, ചട്നി എടുക്കുക. നമ്മൾ ചട്നി വേണം. ഈ 3 കളറിനെ ഒന്നാക്കും. ഇന്ത്യനെ കളർ ഒന്നാക്കി കഴിച്ചാണ് കേട്ടോ. കൊള്ളാവോ? ഇവിടെ ഉള്ള സാധനം ഫുള്ള് പൊളിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻ്റെ മോളെ ആ ഉഴുന്നുവട ആ ചമ്മന്തിയിൽ എടുത്തു ഓടിക്കോട്ടോ. മഴ ചായ ജോൺസേട്ടൻ്റെ പാട്ടില്ല. അത് ഓഫ് ചെയ്ത് ഞങ്ങൾ. പക്ഷെ മഴയത്ത് ചായ കുടിക്കണം നല്ല അവിടെ. ഞങ്ങൾ ഈ സ്നാക്സൊക്കെ കഴിച്ചിട്ട് പോവാൻ റെഡി ആയിക്കുമായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസും ക്ലിപ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് നിന്നപ്പോൾ നമ്മുടെ ഈ ടീ ഹൗസിൻ്റെ ഓണർ, അതായത് പ്രദീപ് ഏട്ടൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കുമല്ലേ, എന്നാൽ പിന്നെ ഞങ്ങളുടെ എല്ലാ ഡിഷും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ടിട്ട് നോക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഓക്കെ പറയണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ പ്രദീപ് ഏട്ടൻ്റെ ആ ഒരു സ്നേഹത്തോടെയുള്ള വിളിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങളങ്ങ് ഓക്കെ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് മസാല ദോശ, ഗീ റോസ്റ്റ്, പെപ്പർ റോസ്റ്റ്, ഊത്തപ്പം, തട്ടുദോശ എന്നീ വിഭവങ്ങൾ ഞങ്ങൾ ട്രൈ ചെയ്തു. കൂടാതെ
അവിടെ മസാല ദോശ SP, ഗീ റോസ്റ്റ് SP, ഫാമിലി പെപ്പർ റോസ്റ്റ്, ഊത്തപ്പം SP, ഓണിയൻ റോസ്റ്റ് SP, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള ജെന്യൂൻ അഭിപ്രായം പറയാം. എങ്ങനെയുണ്ട്? വേറെ ലെവലാട്ടോ. ഗ്രേസ് മസാല ദോശ ട്രൈ ചെയ്തപ്പോൾ ഞാൻ ഊത്തപ്പത്തിലും തട്ടുദോശയിലേക്ക് കയറി. ഊത്തപ്പം തട്ടുദോശ നല്ല ചൂടോടെ ഫ്രഷായിട്ട് വന്ന സാധനമായിരുന്നു. നല്ല വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു. ഈ മഴ പെയ്യുമ്പോൾ നല്ല ചൂട് ഫുഡ് വരുമ്പോഴുള്ളൊരു ഫീലുണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. ഊത്തപ്പം കിടുമായിരുന്നു ഗൈസ്. അപ്പം അടുത്ത് നമുക്ക് തട്ടുദോശ നോക്കാം. തട്ടുദോശ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എങ്ങനെ ഉണ്ടാവും എന്നറിയണമല്ലോ. വീഡിയോസിൽ തന്നെ നമ്മൾ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവിടെ നല്ല മ്യൂസിക് ഉണ്ട്. അത് കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഊത്തപ്പം ഞാൻ കഴിച്ചു നോക്കി, നല്ല ചൂടായിരുന്നു. ഇപ്പം തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതുകൊണ്ട് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ട്രൈ തന്നെ ഊത്തപ്പം ചതിച്ചില്ല. പിന്നെ ഞാൻ ചട്നിയൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി, സെറ്റായിരുന്നു. എനിക്കിഷ്ടമായി രണ്ടും. ഈ മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ് ഊത്തപ്പവും തട്ടുദോശയും. അപ്പോൾ ഗൈസ്, പുറത്തത്തെ മഴയൊക്കെ പോയിരിക്കുകയാണ്. നമുക്കിനി ഔട്ട്ഡോറിലേക്ക് തന്നെ പോവാം. എനിക്ക് എന്താണെന്നറിയില്ല, പുറത്തിരുന്ന ഭക്ഷണം കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഞാനിനി ട്രൈ ചെയ്യുന്നത് പെപ്പർ റോസ്റ്റാണ്. പെപ്പർ റോസ്റ്റ് പുറമേ കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ അങ്ങമേ കാണാനും നല്ല രസമാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ആ ദോശയൊക്കെ നല്ല മുരിഞ്ഞ് നല്ല രസമാണ് ഗൈസ്. പിന്നെ ആ സൈഡിലുള്ള ഉഴുന്നോട ഉണ്ടല്ലോ, അത് പെപ്പർ റോസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ നോട്ടിട്ട് വെച്ചതായിരുന്നു, നല്ല ചട്ടനി കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ. എനിവേ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ചളാക്കുന്നില്ല, നിങ്ങൾ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരാൾ പറയുന്നതിനെക്കാട്ടിലും പറഞ്ഞ് കേട്ട് അറിയുന്നതിനെക്കാട്ടിലും സ്വന്തമായിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്താണല്ലോ അതിൻ്റെ ഒരു ഇത്. നെയ് റോസ്റ്റും കൊള്ളായിരുന്നു. ഇവിടെ വന്ന് നമ്മൾ കഴിച്ചിട്ട് ഒരു സാധനം പോലും നമുക്ക് നെഗറ്റീവ് ഫീൽ ചെയ്തില്ല. ചായയും കാപ്പിയൊക്കെ ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ കാപ്പി ഓർഡർ ചെയ്തു, അത് കുടിച്ചു. അത് കഴിഞ്ഞ് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ കാപ്പി കുടിച്ചു. പിന്നെ ഇവിടെ ഫാമിലീസിന് ഇരിക്കാനായിട്ടുള്ള റൂംസ് ഉണ്ട്. മഴ നനയാതിരിക്കാം. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് ചെയർസ് അവൈലബിൾ ആണ് കേട്ടോ. ഫാമിലി ആയിട്ടാണേലും കപ്പിൾസ് ആയിട്ടാണേലും സിംഗിളായിട്ടാണേലും നമുക്കൊരു ചായയും കുടിച്ച് ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അവിടെ. പിന്നെ ഈ മസാല ദോശൻ്റെ മസാലയൊക്കെ നമ്മുടെ ചെറിയ ചെറിയ പയ്യന്മാരാണ് അവിടെ നിൽക്കുന്നത്, അവരൊക്കെ സെറ്റ് ചെയ്ത സംഭവമാണ്. എല്ലാം കിട്ടുമായിരുന്നു. പിന്നെയുള്ള ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫാമിലിയാണ് നടത്തുന്നത്. അച്ഛനും 2 മക്കളും. നമ്മൾ പോകുമ്പോൾ തന്നെ അവർ തരുന്ന ആ ഒരു പോസിറ്റീവ് വൈബ്, അത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ തിരക്ക് നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ എപ്പോൾ നോക്കിയാലും തിരക്കാണ്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ കൂടുതലായിട്ടുണ്ടാകുന്നത്. മഴയത്ത് കിട്ടുന്ന നമ്മുടെയൊക്കെ ഈ ടീ ഹൗസിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ പോവുക, ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് നെഗറ്റീവ് പറയാണ്ടി വരില്ല ഗൈസ്. എന്തായാലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, നഷ്ടമാവില്ല. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടുത്തെ വൈബിലിങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് സെറ്റായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണർ പ്രദീപേട്ടൻ. പ്രദീപേട്ടൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ഞങ്ങൾ ഈ ചെടി അപൂർവമായിട്ട് കാണപ്പെടുന്നതാണ്. ഇപ്പോഴിത് പെരിന്തൽമണ്ണ MLA ശശിയേട്ടന് വേണ്ടി ശശിയേട്ടന് വേണ്ടി സമ്മാനിക്കാൻ വേണ്ടി സ്വരൂപിച്ചതാണ്. അടുത്ത ദിവസം അദ്ദേഹം വരുമ്പോൾ ഇത് അദ്ദേഹത്തിന് സമർപ്പിക്കാൻ വേണ്ടി കരുതുന്നത്. അത്തരം സമയങ്ങളിലാണ് നിങ്ങൾ നമ്മുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടുന്നതും പുതിയ രുചിയുടെ പുതിയ വൈഭവങ്ങളുടെ ആഹാര ശൃംഖലയിൽ നിങ്ങൾക്ക് കണ്ണികളാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഒരുപാട് നന്ദി. അങ്ങോട്ടും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഞങ്ങളിവിടെ വരാറുണ്ട്. നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ എങ്ങനെയുണ്ട് ഇതുവരെ കഴിച്ചതിൽ വെച്ചിട്ട് എങ്ങനെയുണ്ട് ഫുഡൊക്കെ? നല്ല ഭക്ഷണമാണ്. ഉഴുന്നോടെ ഞാൻ സ്ഥിരം കഴിക്കുന്നു. വീണ്ടും വീണ്ടും വരാൻ എന്താ കാരണം? ഉഴുന്നോടെ നല്ല ടേസ്റ്റ് ഇവിടുത്തെ. ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് മിക്കവാറും വൈകുന്നേരം. പിന്നെ ഇവിടുത്തെ മൊത്തം അറ്റ്മോസ്ഫിയർ പാട്ടുകള്.
സാറ്റിസ്ഫൈഡ് അല്ലേ? താങ്ക് യു.